ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ ആമ്പലും താമരയും പിന്നെ നമ്മുടെ മീനുകളെല്ലാം ഉള്ള ഗാർഡനിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ആമ്പലേക്ക് താമരയൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ കുറച്ച് കേസാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആമ്പലുകൾക്കാണ്. ഈ ആമ്പലുകൾക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലം അതിൻ്റെ ഇലയിൽ ചീയലുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്കിപ്പോൾ ഒരു പ്ലാന്റ് ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ കറുത്ത വെള്ളത്തിന് ഇൻഫെക്ഷൻ ഉണ്ട്. ഓക്കെ, അതുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഉറപ്പായിട്ട് നമ്മളിവിടെ തൊട്ടടുത്തുള്ള പ്ലാന്റ്സുകളിലേക്ക് അത് വരാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഇതുപോലെ വലിയ രീതിയിലൊക്കെ ഒരുപാട് നമ്മൾ ചെയ്യുന്നവർക്ക് ഇത് കുറച്ച് പാടാണ്. ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിനെ അവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി വെള്ളം ഒന്ന് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ആ മെത്തേഡ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ആ കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. രണ്ടാമത്തെ കാര്യം, ഈ മഴ സമയത്ത് എല്ലാത്തിനും വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇലകൾ കുറച്ച് ചില സമയത്ത് നമുക്ക് കൂടുതൽ പൊടിച്ച് കിട്ടുന്ന ഈ ഒരു പീരീഡാണ് ചില സമയത്ത് ചില വെറൈറ്റികൾ. പിന്നെ മറ്റൊരു കാര്യം എന്താ, ഇതുപോലത്തെ ഇൻഫെക്ഷൻ, ഇതിലൊക്കെ ഇല പുഴു വന്നിട്ടുണ്ട് കടിക്കുന്ന. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇല ചുരുട്ടി പുഴു പോലെ ഇതിൽ വരുന്ന കട്ടിങ് പുഴുവാണ്. അപ്പോൾ ആ പുഴു സ്പ്രെഡ് ആവാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആവും. ഓക്കെ, ഇതിലുണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടായിരുന്ന ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒച്ചിൻ്റെയാണ്. ഒച്ചും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് എല്ലാം ഉറപ്പായിട്ട് നല്ല എമൗണ്ട് കൂടുതലാണ്. പിന്നെ ഈ ഇതിൽ കിടക്കുന്ന ആൽഗേസ് കൂടും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇവിടെയുള്ള പ്ലാന്റ്സിൽ എല്ലാ ഡിസീസും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയുണ്ട് കാര്യം. അപ്പോൾ ഇതിപ്പോൾ ഈ ഇൻഫെക്ഷൻ നല്ല രീതിയിൽ വരുന്നുണ്ട്, കാരണം ഈ മഴ സമയമാകുമ്പോൾ ഉറപ്പായിട്ട് കൂടും. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പിന്നെ എനിക്കെല്ലാം ഇപ്പോൾ ഈ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. പിന്നെ ഞാൻ നട്ട് വെച്ചു. ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ പുതിയ നട്ടതായിട്ടുള്ള താമരകൾ. ഓക്കെ, വരുന്നൊരു വീഡിയോയിൽ ഞാനിപ്പോൾ നട്ടതിന് ഒരു മാസത്തിനകത്താണ് ഇതെല്ലാം മുട്ടുകൾ വന്നിട്ടുള്ളത്. ഇതെവിടെ കാണിച്ചു, എല്ലാത്തിനും ഒരു മാസം ആയതേ ഉള്ളൂ ഈ പ്ലാന്റുകൾ വെച്ച്. ഞാൻ ലാസ്റ്റ് പ്ലാന്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ട, ഇതെല്ലാം ഒരു മാസം ആയതേ ഉള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്, ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് ഫ്ലവറിങ് ആയതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നതല്ലേ എൻ്റെ പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ മൂവ് ആകുമ്പോൾ ഇവിടെ വലിയ മുട്ടൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ആൾക്കാർ. ഇത് നമ്മുടെ റെഡ് ഫിലിപ്പ്. വാഫ്, ഇതിനെ വിരിയിക്കുന്നില്ല എന്ന്, കാരണം ഇന്ന് രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഇനി വന്ന് വിരിയിക്കാമെന്ന് കരുതി. അത് പിന്നെ ഇത് നമ്മുടെ റെഡ് ഫിലിപ്പാണ്. റെഡ് ഫിലിപ്പ് നല്ല അടിപൊളി ഇലകളൊക്കെ വെച്ചുകൊണ്ട് അടിപൊളിയായി. പുഴുവൊന്നും വന്ന് കടിക്കാതിരുന്നാൽ നല്ല രസം, തിളങ്ങി നിൽപ്പുണ്ടേണ്ട. ഓക്കെ, അപ്പോൾ മഴയത്ത് ഇതിനൊക്കെ നമ്മൾ കൊടുക്കാനുള്ള കെയർ, ഇപ്പോൾ എക്സാമ്പിൾ മഴയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വൈകുന്നേരം വന്നിട്ട് ഇതിനെ വിരിയിച്ചു കൊടുക്കുക. അല്ല, രാവിലെ വിരിയിച്ചെടുത്താൽ ഒരു കുഴപ്പമില്ല. പിന്നെ മഴ സമയത്ത് നിങ്ങൾ മാക്സിമം നമ്മൾ സ്വയമായിട്ട് വിരിയിച്ചു കൊടുക്കേണ്ട, അവർ തനിയെ വിരിഞ്ഞോളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ കാരണം. ഈ മഴ സമയത്ത് നമ്മുടെ താമര എടുക്കുമ്പോൾ, കാരണം എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് നമ്മൾ വിരിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ദിവസം മാത്രം നിൽക്കാനേക്കാളും മുട്ടയുടെ മര്യാദയ്ക്ക് നിന്നിട്ട് അതിനാവശ്യമുള്ളൊരു സമയത്ത് അത് തന്നെ വിരിഞ്ഞോളും. ഓക്കെ, ഇത് നമ്മുടെ വേറെ റെഡ് ഫിലിപ്പാണ്. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ മഴ സമയത്ത് നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെ കാര്യം. പിന്നെ മഴ സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കാരണം വെള്ളം എല്ലാത്തിലും നിറയും. പിന്നെ മഴ സമയം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില പ്ലാന്റ്സിൽ ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് കുറയും. അങ്ങനെ പറയാൻ കാരണം, നമുക്ക് മഴ വെള്ളത്തിന് ഓവർഫ്ലോ ആയിട്ട് ഒത്തിരി നിറഞ്ഞിങ്ങനെ കവിഞ്ഞ് കളയുമ്പോൾ പ്ലാന്റ്സിൽ ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ന്യൂട്രിയൻസ് എല്ലാം വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കളയുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അടുത്ത 19 നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. ഇത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഈ മഴയൊന്ന് മാറുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ മഴ സമയത്ത് ഈ കെയർ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മഴയും വെയിലും എല്ലാം കൂടെ ഇപ്പോൾ ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ 2-3 ദിവസം കൂടെ നല്ല മഴ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുന്നതിനോടൊപ്പം ഇപ്പോൾ എല്ലാ പ്ലാന്റ്സും കളഞ്ഞിട്ടുണ്ട്, കാരണം മഴയുമായിരുന്നു, വൈകുന്നേരമായി. അപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടാൻ സമയമായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ ഹൃദയം തൊട്ടുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ കാരണം ഇന്ന് ഞാൻ ക്ലാസ് ഇരുന്ന സമയത്ത് തന്നെ ഈ ആഴ്ചയിൽ കുറച്ച് ഓർഡേഴ്സ് കുറവായിരുന്നു, കാരണം ഇപ്പോൾ ഒത്തിരി എമൗണ്ടിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാനൊരു യാത്ര ചെയ്യുന്ന വേണ്ടി കുറച്ച് ആഗ്രഹിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നതും പിന്നെ അത് പോയിട്ട് കുറച്ച് മെമ്മറി കാർഡ്സുകൾ മേടിച്ചു. പിന്നെ ഇതിന് വേണ്ടി നമ്മൾ പുതിയ സ്റ്റിക്ക് ഇവിടെ വച്ച് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിക്ക് വാങ്ങണം. ലാസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ച് ചെയ്താണ് എൻ്റെ കഴിഞ്ഞ ആക്ഷൻ ക്യാമറ പോയത്. അപ്പോൾ അതുപോലെ അങ്ങനെ നല്ലൊരു സ്റ്റിക്ക് വാങ്ങണം. പിന്നെ മെമ്മറി കാർഡ് മേടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഷർട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ് അതിനുവേണ്ടി കുറച്ച് ഏകദേശം ഒരു ഈ 2 മാസം കൊണ്ട് ഞാനിപ്പോൾ അന്ന് കൊടൈക്കനാലിൽ നമ്മൾ ഫാമിലി ട്രിപ്പൊക്കെ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. എല്ലാം കൂടി ഏകദേശം ഒരു 25,000-30,000 രൂപ അടുപ്പിച്ച് ഞാൻ നിങ്ങൾ തന്നതായിട്ടുള്ള ഇതിലെന്നൊക്കെയാണ് ഞാനിപ്പോൾ എടുത്ത് ചിലവാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഒരു വലിയൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി
കുറേ എമൗണ്ട് ഇനി അടുത്തൊരു ട്രിപ്പ് ആഗ്രഹിക്കുന്ന ഒരു 50,000 രൂപയാണ് ആ ട്രിപ്പിന് ഏകദേശം ചിലവാകുന്നത്. ട്രിപ്പിന് പിന്നെ എനിക്ക് പിന്നെ ഇവിടെ പുതുതായിട്ട് ഇനി ആമ്പൽ കുറച്ച് ചെയ്യണം, പിന്നെ കുറേ ഡബ്ബുകൾ വാങ്ങണം. ഇതിനെല്ലാത്തിനും നല്ലൊരു എമൗണ്ടിന് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, പ്ലാൻസ് മേടിക്കുക. നിങ്ങളുടെ പ്ലാൻസ് മേടിക്കുന്നതാണ് എനിക്ക് സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ പ്ലാൻസും നമ്മളതിൽ സെയിലിനാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മേടിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈൻ ഔട്ട്. ബൈ ബൈ.